കണ്ടോ കണ്ടോ വട്ടക്കണ്ണി മീനോ വട്ടംകണ്ണി മീൻ. അത് രണ്ടും ഞാൻ പിടിക്കണോ? വേണ്ട. കണ്ടാ സുന്ദരിയായിട്ടുണ്ട്. കണ്ടാ കണ്ടോ കണ്ടോ വട്ടക്കണ്ണി മീന് കണ്ടോ. വട്ടംകണ്ണി മീൻ അതാണ് അതിന്റെ പേര്. അപ്പൊ ഞാൻ ചോദിച്ചത് വട്ടത്തിരിക്കുന്നുണ്ടാണോ, ബാക്കിയുള്ള മീനെ കണ്ണൊന്ന് വട്ടത്തിലല്ലേ ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇതിങ്ങനെ പരന്ന് വട്ടത്തിരിക്കണോണ്ടാണ്. പക്ഷെ നല്ല മീനല്ലേ. നല്ല മീൻ. പക്ഷെ അവിടെ 2 മീൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്റെ ഭംഗി കാരണം ഞാൻ അങ്ങ് മേടിച്ച്. നല്ല മീന, നല്ല ഭംഗി. ഇതൊക്കെ എന്ത് മീനമ്മായി? വട്ടക്കണ്ണി. വട്ടക്കണ്ണിയാ? അത് ഒറിജിനൽ നെയിമാ, ശരിക്കുള്ള പേരാണോ? അതല്ലേ ഞാൻ ചോദിച്ചേ. ഇത് എന്ത് ചെയ്യുമ്പോഴാണ് നമ്മള്? അതെനിക്കറിഞ്ഞൂടാ. ചേച്ചി എന്തിനൊക്കെ ചെയ്ത് സെറ്റാക്കി എടുക്കണം. ഇങ്ങനെ വട്ടക്കണ്ണിയുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ പറഞ്ഞൂടെ ഇന്ന മീൻ മേടിച്ചിട്ട് തന്നെ ചൂര മേടിക്കണേ അയില മേടിക്കണേ എന്ന് പറഞ്ഞു. പോയപ്പോ നല്ല ഭംഗിയുള്ള സാധനം ഇരിക്കുന്നു. ഞാൻ അങ്ങ് എടുത്തു. 2 ഉണ്ടായിരുന്നു. ഇത് 3 കൂടെ തികക്കേണ്ട ഇതും ചേച്ചിയുടെ കയ്യിലാണ്. ഇതൊന്നും നീ കഴിക്കില്ലേ? ഇത് ഞങ്ങള് നിങ്ങൾ കഴിച്ചോ? പോരെ. ഓ ധാരാളം. ഇതിന്റെ വില എത്രയെന്നറിയാമോ? 1500 രൂപ വരെ ആയതാണ്. ഒരെണ്ണത്തിനാ? 2 എണ്ണത്തിന്. 2 എണ്ണത്തിന് 1500 കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നീ വിചാരിക്കണ അതിനെ ചില്ലറമാറി തിന്നാ മതിയായിരുന്നു. ഇല്ലല്ല, അങ്ങനെയില്ലല്ലോ. വെറുതെ മൂളി കൊടുത്തു നമ്മള്. കഥ അറിയാതെ ആന്നൊക്കെ പറഞ്ഞു മൂളി കൊടുത്ത് ഞാൻ അങ്ങ്. എന്തുണ്ടാക്കും? മീൻ ഉണ്ടാക്കണം. അയ്യോ, അത് അമ്മയോട് പോയിട്ട് വന്നല്ലേ. ഏറ്റുകിടക്കും കല്ലിലുമുണ്ടൊരു സൗരഭ്യം. അമ്മോ, സോറി മിസ്സസ് സജു. ഒട്ടും പ്രതീക്ഷയില്ല. നമ്മൾ ഇനിയിപ്പോ ഇവിടെ നിക്കണോ? നിക്കൊന്നും വേണ്ട. അതാ ഞാൻ ആലോചിക്കണേ, ഇത് എന്ത് ചെയ്യണം എന്ന് ഇങ്ങനെ ആലോചിക്കാം. നീയേ ഫ്രൈ ആക്കുകയോ കറിയാക്കുക എന്താണെന്ന് വെച്ചാ സൗകര്യം പോലെ ചെയ്. ഞങ്ങൾക്ക് എന്ത് തന്നാലും സന്തോഷമേ ഉള്ളൂ അല്ലേ മാളു? അതെ. ചുട്ടി തന്നാ തിന്നൂല. തിരിഞ്ഞുപോയി പറഞ്ഞ അവള് ചിലപ്പോ ചുട്ടി കട്ട് ചെയ്ത് ഇടണ്ടേന് വരെ വേസ്റ്റ് എടുത്ത് തന്നാത്തിട്ട്. ഒരു കാര്യം ചെയ്താലോ, മുഴുവൻ മീൻ ചെയ്താലോ? 2 എണ്ണല്ലേ ഉള്ളൂ. മുഴുവൻ മീൻ ചെയ്യാം. അമ്മായി പറഞ്ഞ പോലെ ഇത് നീ എടുക്ക്, അത് ഞാൻ എടുക്കാന്ന് പറഞ്ഞതുപോലെ ഈ വലിയ മീൻ നിങ്ങൾ 2 പേരും കൂടെ കഴിച്ചോ. ഈ കുഞ്ഞു മീൻ ഞാൻ കഴിച്ചോളാം. അവസാനം ഇതിലോട്ട് കൈ വെക്കരുത്. ഓ ഓ തറമാട്ടെ. ഓ ഇതാരിത്? ഇത് കഴിക്കാൻ വരുമ്പോഴും കാണണേ. ആളു. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ പൊക്കോ, എന്നാൽ എന്റെ ക്രിയേറ്റിവിറ്റി ഉണരത്തുള്ളൂ. അല്ലടി മോളെ, നിന്റെ ഹിന്ദിക്കാരെ ഒരു കോപ്രായം കൊണ്ട് തന്നില്ലേ നിനക്ക്? അതെടുത്തോണ്ട് വന്നിട്ട് പറഞ്ഞു. അത് പറണ്ടാനായിട്ട് അമ്മായി, എനിക്കത് പറ്റണില്ല. മറ്റേ എന്തോ വലിച്ചിട്ടും തേച്ചിട്ടൊന്നും പോണില്ല. എനിക്കറിയില്ലല്ലോ. എടുത്തിട്ട് വരാം. ഇപ്പൊ നോക്കട്ടെ. എടുത്തിട്ട് തരാം, നോക്കട്ടെ. അതിപ്പോ പോണില്ലായിരുന്നു അമ്മായി. അതിലും ഭേദം നമ്മുടെ കത്തി വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട്. കണ്ട കാണിച്ചു തരാം. അത് ഞാൻ കാണിക്കട്ടെ. ഇത് എന്തിന്റെ എന്നാ പറഞ്ഞേ? ഇത് എന്തുകൊണ്ടാ ചെയ്ത്, എന്തിനു വേണ്ടി യൂസ് ചെയ്യണേ? പഠിപ്പിച്ചാൽ കാണട്ടെ. പഠിപ്പിക്കും. ഇത് ഇങ്ങനെ പിടിക്കുക, ടീച്ചർ തമ്മിൽ ഇങ്ങനെ ഇട്ട് അരയ്ക്കുക. തുണി അരയ്ക്കും പോലെ ആയി. അടുത്ത് ഇതെന്തിനാ? അപ്പൊ കുറച്ചും കൂടെ മിനുസപ്പെടുത്താൻ വേണ്ടിട്ടാ? അല്ല, ഇത് ചെതമ്പൽ ഇങ്ങനെ തേച്ച് കളയാം. അല്ല, ഇതെന്തിനാ? അത് ഇതിന്റെ പാടയില് ഉള്ള അഴുക്ക് ഇങ്ങനെ തുരച്ച് കളയാം. അറിഞ്ഞൂടത്തെ കാര്യം ആരെങ്കിലും പറയോ? ഇത് എന്തിനുള്ള കാര്യം അറിയോ? ബുദ്ധി ഉണ്ടോ? വിവരം ഉണ്ടോ? ഇതെന്തിനറിയാവോ? നമ്മൾ ഈ മീനും ചിക്കനും ഗ്രില്ല് ചെയ്യത്തില്ലേ? അപ്പം ആ ഗ്രില്ലിൽ ഇങ്ങനെ ചിക്കൻ പറ്റി പിടിച്ചെടുക്കില്ലേ, അത് ഇളക്കാനുള്ള സാധനമാണ് ഇത്. മനസ്സിലായോ? അതായത് ആ ഗ്രില്ല് ഇങ്ങനെ നമ്മൾ തട്ടി ഇളക്കില്ല, അതാണ് ഇത്. ഇതെന്തിനാണെന്നറിയോ? ആ ഗ്രില്ല് എന്തായാലും ചിക്കൻ പറ്റിപ്പിച്ച് കിടക്കും. നമുക്ക് എന്തായാലും കഴുകണം. സോപ്പ് തേച്ച് കഴുകാനുള്ള സാധനമാണ് ഇത്. ഹോട്ടൽ പണിയായിരുന്നപ്പോ അതൊക്കെ അറിയാം അല്ലേ? ഹിന്ദിക്കാരനും കൊള്ളാം, ചേച്ചിയും കൊള്ളാം.
ഹിന്ദിക്കാരോട് ഞാൻ ചോദിച്ച് മീൻ വെട്ടാൻ പറ്റും, മീനിന്റെ ചെതമ്പില് കളയണ സാധനം അല്ലേന്ന് ഞാൻ ചോദിച്ചു. ഏത് ഭാഷയിലാ ചോദിച്ചേ? മലയാളം ചുമ്മയില് ഹിന്ദിക്കാരെടുത്തത് തന്നെ. ഇങ്ങനെ കാണിച്ചു, മീൻ മീൻ വെട്ടാൻ പറ്റി ചെതമ്പല് കളയാൻ പറ്റുന്ന സാധനം. ആ മച്ചിലി മച്ചിലി എന്ന് പറഞ്ഞാണ് കാണിച്ചു. അപ്പൊ എവള് മച്ചിലി മച്ചിലി നാമം പറഞ്ഞപ്പോ എവള് വിചാരിച്ച് മരിച്ചു മീനും മച്ചു കഴിക്കാൻ. പക്ഷെ ഇതിട്ട് ഇളവോ? ഇല്ല, ഇളകല്ല. അതല്ല ഞാൻ കത്തി വെച്ചെന്നാക്കിയത്. ഇല്ലാത്ത ബുദ്ധി തന്നെ രണ്ടിനും. ഹിന്ദിക്കാരന് കൊള്ളാം, സർവും കൊള്ളാം. നീ ഈ സാധനം നേരത്തെ കണ്ടാ? ആ നമുക്കറിയാം. കോമൺ സെൻസ് വേണം, കോമൺ സെൻസ്. വെറുതെ അല്ല അവള് ചൊറക്കറ സാധനം എന്ന് പറഞ്ഞപ്പോ തന്നെ പോയി എടുത്തു. കോമൺ സെൻസ് വേണം, കോമൺ സെൻസ്. നിനക്കെല്ലാം ഉണ്ട് പോ. പൊക്കോ. ക്രിയേറ്റിവിറ്റി വന്നില്ലേ? വന്ന് എനിക്ക് ഞാൻ ഉണ്ടാക്കിക്കോളാം. അത് പൊക്കോ. ഉണ്ടാക്കിക്കോ. ഇത് വേണ്ടേ? വേണ്ട, ചേച്ചി വെച്ചോ, വെച്ചോ. വേണ്ട മാളു. ആക്കിക്കോ. സ്മൂത്തനിങ് ഒക്കെ ചെയ്യണല്ലോ. നമുക്ക് പോവാ. സ്മൂത്തനിങ് ചെയ്തോ. എന്ത് സാധനം നോക്കവള്. മനക്കേട്, മാനം പോയി. കഴിച്ചോളൂ. മാളൂനെ വായി നോക്കിക്കൊണ്ടിരിക്കണ എടുക്കട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്നേഹനിധിയായ അമ്മായി. അവള് വന്ന് പല കളർ മേടിച്ചോണ്ട് വരാൻ തുടങ്ങി. ഇത്രയും നാള് ഞങ്ങൾ സമാധാനമായിട്ട് ഫ്രൂട്ട്സും തിന്ന് അതും തിന്ന് ഇതും തിന്ന് ജീവിക്കണേ. ഞാൻ വന്നപ്പോഴല്ലേ ഒരു ഓളം ഉണ്ടായി. അത് ശരിയാ. കണ്ട 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 കണ്ട. അപ്പോഴല്ലേ 2-10 പറയാൻ പറ്റിയത് അല്ലേ? ഇതേ അതിൽ റോസാപ്പൂ ഉണക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. എടുത്ത് തുപ്പിക്കളയരുത്, തിന്നണം. തിന്നെ. ഞാൻ തിന്ന് ദേ തുപ്പിക്കളഞ്ഞു. എന്തൊരു അനുസരണ നോക്കും മാളു. കൊള്ളാം. എന്ത് കഴിക്കാതെ? വേണ്ട. ഇതില് റോസാപ്പൂക്ക് ഇട്ട് തന്നാ കൊടുത്താൽ എല്ലാരും അരുമയോടെ കഴിക്കും. ഞാൻ ഇത്തിരി കറിയിൽ മുല്ലപ്പൂ എടുത്തിട്ടാൻ എന്താക്കിയാ ഞാൻ കേട്ടത്. അമ്മായിയുടെ വാരിക്കണത് കഴിഞ്ഞില്ലേ? അത് ഇല്ല, ഓർക്കും. ഞാൻ എല്ലാം മനസ്സിൽ വെക്കും അമ്മായി. കൊള്ളാലോ നമ്മള്. ഒരു എനിക്ക് കളർ ജിലേബി അല്ല, അലുവൊന്നും എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ എന്നാലും നട്ട്സ് ഒക്കെ ഉണ്ട്. മധുരം കൊണ്ട് മത്ത് പിടിക്കുമ്പോഴത്തേക്കും നട്ട്സ് കടിക്കുമ്പോൾ കറക്റ്റ്. പിന്നെ റോസാപ്പൂ എനിക്ക് ഇഷ്ടപ്പെട്ടു. റോസാപ്പൂ കൊള്ളാം. പ്രാവശ്യം ഉണക്കിയ റോസാപ്പൂ വേണ്ടിട്ട് ചായ ഉണ്ടാക്കി കുടിക്കണം. അപ്പൊ നിനക്ക് ഞാൻ കുറച്ച് റോസാപ്പൂ ഉണക്കി കൊണ്ട് തരട്ടെ. നല്ലതാ. പിന്നെ ഞാൻ റോസ് വാട്ടർ ഒക്കെ മുഖത്ത് മോളുടെ വീട്ടിൽ ഇഷ്ടം പോലെ റോസ ഉണ്ട്. ഉണ്ട്. ഉണക്കി കൊണ്ടുവന്നു. അതെന്താ? കുരുമുളക് പൊടി ഞാൻ ചോദിച്ചില്ലാന്ന് വേണ്ടാന്ന്. അതെന്താ? അമ്മയ്ക്ക് ഇപ്പൊ എന്റെ കിട്ടും. കിട്ടുന്നത് വരെ എന്നെ ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കും. അതെന്താ? ഉപ്പ് മിക്കവാറും അമ്മ എന്ന് മേടിക്കും. അല്ലെങ്കിൽ ഇവള് തരുമല്ല ഇടയ്ക്ക്. അമ്മായിക്ക് കിട്ടും കേട്ടോ മാളു. നോക്കിക്കോ, അതുവരെ അമ്മായിട്ട് എന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുവേ. മൈലാഞ്ചി കണക്കായല്ലേ? ഉപ്പ് നോക്കോ. നീ അതൊന്നും പറഞ്ഞു കൊടുക്കാതെ അവളിപ്പോ കയ്യിലേക്ക് വായിട്ട്
അവളിപ്പോ കയ്യിലൊക്കെ വാരിയിടും. മതി മതി, ഉപ്പ് ഇനി വാരിയിടുന്നു. ഇത്ര വലുതായി മീന്? ഇത്രയും മതിയാ? ഇതൊക്കെ മതിയാ? മുളക് പൊടി വേണ്ടേ? അമ്മായി മിണ്ടാണ്ട് നമുക്കിത് എങ്ങനെ വയ്ക്കണമെന്നും കൂടി അറിഞ്ഞൂടാ. ചേച്ചി എങ്ങനെയാണ് വയ്ക്കട്ടെ അത് ചോദ്യം ചെയ്യാതെ. എണ്ണ ഒഴിക്കട്ടോ? ആ എണ്ണ ഒഴിച്ചോ. ഞാൻ പഠിച്ചു പോയി. ഓ ആദ്യമായിട്ട് മാളു ഒരു കാര്യം. മയില ഫുൾ ഒഴിക്കട്ടോ? ആ ഫുൾ ഒഴിച്ചോ, വലിയ മീനല്ല. മൈലാഞ്ചിട്ട മഞ്ചത്തി. എന്റെ പേര് അതാണോ? ഇനി ഒരു മഞ്ചത്തി ഇവിടെ കിടക്കണുണ്ട്. അതെന്റെ മഞ്ചത്തി. ഇത് നിങ്ങളുടെ വലിയ മൊഞ്ചത്തിമാര്, നിങ്ങളുടെ ചെറിയ മൊഞ്ചത്തി എന്റെ. അല്ല, കൂടുതൽ മൊഞ്ചുള്ള നമ്മളുടെ. ആ അതന്നെ ആ മൊഞ്ച. അതായത് നമ്മളുടെ ബേസ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ മൊഞ്ചുണ്ട്. ചേച്ചി കുറച്ച് മൊഞ്ചേ ഉള്ളൂ. മുജി കുറച്ച് മൊഞ്ചുള്ളത് ആണ് കാര്യം. ചൂട്ടി കപ്പ തന്നെ. കത്തും ആ ചൂട്ട് വെച്ചാൽ മതി. ഇനി പറ, ഇയാള് പറ. എന്ത് പറയണം? കുറച്ചു മുന്നേ ഡയലോഗ് അടിക്കണ്ടായിരുന്നല്ലോ. ആ എന്താണ്? ഇത്രയും മസാല ഇതിന് തികയോന്ന്. ആ ഇത്രയും മസാല തികയോന്ന് ചോദിച്ചാ ഇനിയിപ്പോ എന്താ കുഴപ്പം? തികഞ്ഞോ ഇല്ലയോ പറ. ആ അത് തികച്ച്. ഈ കിടക്കണൊക്കെയോ? അതല്ലേ പറഞ്ഞത് തികച്ചെന്ന്. നീ അതേ കൂടുതൽ ഡയലോഗ് കേൾക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ കേട്ടാ മതി. വയസ്സായി എന്ന് വിചാരിച്ച് ഒരുപാട് അത് മുതലെടുക്കണേ വാളു. മനസ്സിലായ? നിനക്കൊരു പരിപാടി. ഞാൻ കൈ കഴുകിട്ട് വരാം. ഞാൻ പറ, കൈ കഴുകിട്ട് വരാം. നോക്കി പേടിപ്പിക്കല്ലേ? നോക്കി പേടിപ്പിക്കാൻ ഇനി കണ്ണു വേണ്ടേ ചേച്ചിക്ക്? കളിയാക്കല്ലേ ഇങ്ങനെ? പിന്നെ അവ കണ്ണില്ലേടി? അല്ല, ഐ മീൻ ഉള്ളൂ. എടി നിനക്ക് സപ്പായിട്ടാണ് ഞാൻ നിന്നത്. എന്നോട് ചൂടാവല്ലേ? എനിക്ക് തോന്നണ്ടേ? എനിക്ക് തോന്നണ്ടേ? നീ ഇഷ്ടമുള്ളത് പറഞ്ഞോടി. ഇതിന് രണ്ടിന് നടക്കുന്ന ഞാൻ മാളു. യെസ്. അരയ്ക്കണോ? ഇതാ പിന്നെ ഇത് ഞാൻ വെറുതെ ഇവിടെ എടുത്തു വെച്ചേക്കണത്. എന്തൊക്കെ അരയ്ക്കണം? കൊച്ചുള്ളി, സവാള, ഈ 2 തക്കാളി, കറിവേപ്പില, പച്ചമുളകിന്റെ തണ്ട് കളഞ്ഞിട്ട്. ഓ എനിക്ക് അറിഞ്ഞൂടാ. ആ അല്ല, ചിലപ്പോ അത് തന്നെ ചെയ്തിട്ട് വരുവേ. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ടോ. പിന്നെ എന്തെങ്കിലും കൈയില്ല. വേണ്ട വേണ്ട, ഈ വിനിഗർ ഒഴിച്ച് വേണം അരയ്ക്കാൻ. അയ്യോ അയ്യോ, നിന്റെ ആരെങ്കിലും അടിച്ചാ? അയ്യോ 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 ഒന്ന് വെച്ചാ. കുരുമുളക് തീർന്നാ? ആ ഇതിനെ കുറച്ചിങ്ങോട്ട് നീക്ക്. തല അല്ല, അത് അടിയും മോരിയട്ടെ അമ്മായി, എന്നിട്ട് തല നിക്കാം. ഇല്ലെങ്കിലേ മുരിഞ്ഞാണോ? ഇല്ല, അല്ലെങ്കിൽ ഉടഞ്ഞു പോവും. എന്താ മൊരിഞ്ഞിട്ടില്ല? മൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ വിട്ടു പോന്നേനെ. ഇപ്പൊ തൊലി അടിയിൽ കയറി പിടിച്ചിരിക്കണേ, മനസ്സിലായ? ഞാൻ പോയി ചട്ടവും കൂടി എടുത്തോണ്ട് വരാം. കത്തിച്ചോണേ. ഉറങ്ങിയ ഞാൻ വെച്ച് നിന്നുറങ്ങിയത്. ഉറക്കം വേണ്ട? ഇല്ല, ഇത് എന്നെ അവിടെ നോട്ടിക്കാണ്.
അല്ല വേണമെങ്കിൽ പോയി ഉറങ്ങിക്കോന്ന് പറയാനായിരുന്നു. കുറച്ചേരം ഒരു ഉറക്കം. വേണ്ട. ഇപ്പൊ പറഞ്ഞോ അമ്മായി പറഞ്ഞോലെ നല്ല മണം തന്നെ. ഇപ്പൊ ആയിട്ട് ചെടിയിലെ പിടിച്ചുള്ളു, അത് കുഴപ്പമില്ല. മാംസം പിടിക്കായിരുന്നു അത്. വരും ഞാൻ. ഓ സമാധാനം, വളരെയേറെ സമാധാനം. മാളോ എന്താ ഞാൻ വിളിക്കാൻ കാത്തിരുന്നാ? ഞാൻ കൊണ്ടുവന്നോണ്ട് ഇരുന്നപ്പോഴാ ചേച്ചി വിളിച്ചത്. ഇവിടെ എത്തിയപ്പോഴാ ചേച്ചി വിളിച്ചത്. അയ്യോ, ഇനി ഇതിൽ അതിട്ട് പോയി കേട്ടോ. ഇട്, തികഞ്ഞില്ലെങ്കിൽ ഇതാ വലിച്ചിട്ട് കയ്യെങ്കിൽ മാറ്റാൻ പാടില്ല നിനക്ക്. ഈ കൈ ആര് പിടിച്ചു വെച്ചത്? അവിടെ കിടന്ന് ഇടുന്ന് പറയുമ്പോ മാറ്റാൻ പാടില്ല എന്നാണ് നിനക്ക്. ആവിക്ക് ഇത്ര ചൂടുണ്ടാ? ആവി ഇട്ട് പൊള്ളുന്നതാണ് ഏറ്റവും വലിയ പൊള്ളല്. ഇത് ലിത്തിരിയും കൂടി ഉണ്ട്. താ ഇട്. ആ മീനെടുത്ത് കഴിച്ചു നോക്കിയാ മാള് ഉപ്പുണ്ടാന്ന്. ഉപ്പ് കാണാൻ ചാൻസ് കുറവാണ്. അതെ, ആ മസാലയിൽ അത്ര. ആ അമ്മായി എന്തുകൊണ്ടാണ് പറയാത്ത? അത് കാരണം എന്താ രുചിയില്ലാത്തത് തിന്നോണം. മതി ഇട്ട് എത്ര എണ്ണം മതി. ഉപ്പുണ്ടാ? ഉണ്ട്. ഇല്ലേ? സൈഡിൽ നിങ്ങളുടെ വാ തുറക്കണ. ഞാൻ ചെന്ന് എനിക്കത് കൈ നക്കാൻ തന്നതാണ്. കൈ ഉണ്ടാക്കി. ഇച്ചിരി കൂടി വേണം. ഇച്ചിരി കൂടെ വേണം. ഞാൻ പഠിച്ചു പഠിച്ച് വരുന്നു. പക്ഷെ കൊറേ കാലമായിരുന്നേ ഉള്ളൂ. കൊറേ കാലമായിരുന്നേ ഉള്ളൂ. ഇതുമായിട്ട് പഠിച്ചു തീർന്നില്ല. പോരാവേ, പെട്ടെന്ന് വാ. മൂത്താൻ നോക്കിയേ മാളു, അതിന്റെ ആ പച്ചച്ചോവ അങ്ങ് മാറണം. കാണാൻ പറ്റുള്ളൂ എനിക്ക്. പച്ചച്ചോവ മാറിക്കഴിഞ്ഞാൽ സെറ്റാ. മൂത്താൻ മീൻസ് ടേസ്റ്റ് ചെയ്ത് നോക്കാന്നാണോ പറഞ്ഞേ? സോറി. പിന്നെ ടേസ്റ്റ് ചെയ്യേണ്ടത് മൂത്തോന്ന് എങ്ങനെ അറിയുന്നീ? അല്ല, മറ്റേ തേങ്ങയൊക്കെ കളർ കാണാൻ പറയാൻ പറ്റും. അയ്യോ അയ്യോ, കരഞ്ഞ് കുളിച്ച് കണ്ണിതൊക്കെ വെള്ളം. പൊക്കോ. എന്താ? തേങ്ങാപ്പാല്. ഓ, അപ്പൊ ഇതെന്താ പെരട്ടി എടുക്കോ? ആ, ഇതുവരെ നിനക്ക് സംഭവം എന്താന്ന് മനസ്സിലായില്ലേ? മനസ്സിലായിട്ടില്ല എനിക്ക് അങ്ങോട്ട്. അപ്പൊ ഈ തവി എന്തിനാ? കാര്യമുണ്ട്. ഇതിലിങ്ങനെ എടുത്തിടാനോ? അപ്പൊ ഇത് പൊടിക്കോ? അല്ല, പറയില്ല. എന്റെ കണ്ണക്കളായി പോയി. നീ കണ്ടാ മതി. ആ ശരി. എന്നാ ടേസ്റ്റ് മാറി. ഏത് തേങ്ങാപ്പാൽ ഉള്ളതാണ് ഇഷ്ടമായത്? ഇത് ഉള്ളത്. എനിക്ക് തേങ്ങാപ്പാൽ ഇല്ലാത്തത് ഇഷ്ടമായത്. കൊള്ളാം. മറ്റേ നമ്മൾ എപ്പോഴും കഴിക്കാൻ ടേസ്റ്റ് തന്നെയാണ്. നമ്മുടെ അടുത്തോട്ട് പോകണില്ലേ? തീ പുറത്തോട്ടൊന്ന് തുടങ്ങി. ഇത്ര എന്തിനാ? ഒരു മീൻ ഇത്രയും. ഞാൻ മീൻ എടുത്തിട്ട് ആണല്ലേ? ഒരു സൈഡിൽ ഒരു മീനെ നടുക്കിട്. ഓക്കെ, നിക്ക് 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 നിക്ക്.
മൂടി എടുത്തോണ്ടാ. ഇനി അവിടെ ഇരിക്കട്ടെ, തീയാക്കണഞ്ഞല്ല, അത് അവിടെ ഇരിക്കട്ടെ. നമുക്ക് പോയി ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഭക്ഷണം കഴിക്കാം. ഞാനപ്പോൾ ഇത് എടുത്തോണ്ട് വരാം. നീ നേരെ പോയി ടേബിളും സെറ്റ് ചെയ്തോ. ഓക്കെ ഓക്കെ. അമ്മായിക്ക് മുറിക്കണ്ടല്ലോ, കടിച്ചു തന്നെയല്ലേ ഇഷ്ടം? മുറിക്കണം. കടിച്ചിനെ വയ്യാണ്. ഇത് നല്ല പഴുത്തില്ലല്ല. ഇല്ല, ഓരോ സമയത്ത് ഓരോ മൂഡാണ് ഈ അമ്മായിക്ക്. മൂസിക്സ്. അകത്ത് റോസാണല്ലോ വെള്ള. നാടൻ പേരക്ക അല്ലേ? കൊള്ളാം, നല്ല പേരക്ക. ചേച്ചി ഫസ്റ്റ് മിക്സ് ചെയ്തില്ലെങ്കിൽ കഴിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഉപ്പും മുളകും ഈ നാടൻ പഴങ്ങൾ ഒരു പ്രത്യേക സുഖമാണല്ലേ. മാങ്ങ ഇത് ഉപ്പിലോട്ടോ കേട്ടോ. ഏതാ വിഷുവിന്റെ അന്ന് ദിവ്യ വന്നപ്പോ ദിവ്യ ചോദിച്ചത് എന്താന്നറിയോ? നിന്റെ കോവക്ക അച്ചാറും കോവക്ക ഉപ്പിലിട്ടതും. എനിക്കത് വേണം എന്ന് തന്നെ പറഞ്ഞു. ഉപ്പ് കൂടിപ്പോയി. എന്തായാലും ഒരെണ്ണം മുഴുവൻ കഴിക്കാൻ പറ്റില്ല, പറച്ചിലിന് മുഴുവനും ഉണ്ട്. പപ്പത് എടുത്താലാ? എടുക്ക്, നീ ആ വാലിന്റെ ഭാഗം എടുക്ക്, പൊട്ടിച്ചോ. ആ കൊടു അമ്മയ്ക്ക്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? എടുക്കും. ഞാൻ എടുത്തില്ലേ, അതുപോലെ നീ എടുക്കണം. പക്ഷെ അടിഭാഗം ചൂട്. അച്ചി അച്ചി അച്ചി. ഇത് സമാധാനമായിട്ട് തുമ്മാനും സമ്മതിക്കില്ല അവള്. ഓ ഇങ്ങനെ എടുക്കാം ഞാൻ. ആ അങ്ങനെ എടുത്ത് വെച്ചോ. ഓ ചൂട്. അതിൽ ഞാൻ പറഞ്ഞ് എടുക്കാൻ പറ്റില്ല. മസാല ടേസ്റ്റ് ഒരുപാട് ഓവറും അല്ല, എന്നാ നല്ല ടേസ്റ്റും ഉണ്ടല്ലേ. അതെ. മസാലല്ലോ. ആ മസാല എടുത്ത് ചോറിൽ കുഴച്ച് അമ്മായി കുഴച്ച് ഒട്ടും എരിവില്ല. മാളു ഇത് ആരാ നോക്ക്. എനിക്ക് വയ്യ. എനിക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റുള്ളൂ. വീട്ടു ഗ്രേവി അല്ലേ?
ഇത് തന്നെ ചാളിൽ ചെയ്ത അടിപൊളിയായിരിക്കും. ചാള ചെറുതല്ലേ, അപ്പൊ നല്ല മൊരിയുന്നു അല്ലേ? ചാള മീൻ നല്ല ടേസ്റ്റാണ്.